പുതിയ കാലമാണ്. പുതിയ കാലത്ത് ആധുനിക സൗകര്യങ്ങൾ ആയുർവേദ മേഖലയിൽ വന്നിട്ടുണ്ട്. ആ മേഖലയിലെ മാറ്റം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിത് പുതിയ ഹോസ്പിറ്റൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ പരിസരത്താണ്. മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൽ പൊതുജന രോഷം വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിക്കൊണ്ടാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മാണ പ്രവൃത്തികൾ. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ഏറെ വിമർശനങ്ങൾ നേടിക്കൊടുത്ത ഒന്നായിരുന്നു ആയുർവേദ ആശുപത്രിയും അതിന്റെ ഭാഗമായുള്ള ഒഴിച്ചിൽ കേന്ദ്രവും. നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയമായി തീരുന്ന ആയുർവേദ ആശുപത്രി ഇടിഞ്ഞു വീഴാറായ നിലയിലായിട്ട് നാളുകളേറെയായിരുന്നു. ആയുർവേദ ആശുപത്രിക്കായി നിർമ്മാണം ആരംഭിച്ച പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ പാതിവഴിയിൽ നിലച്ചതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി. ഒടുവിൽ പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നഗരസഭാ ഭരണകാലത്താണ് ആയുർവേദ ആശുപത്രിക്കായുള്ള പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിച്ചത്. ഫണ്ടിന്റെ അഭാവം മൂലം ഇക്കാലം അത്രയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തുന്നതിനായി നഗരസഭാ ചെയർമാൻ പി ഷാജി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. മെയ് മാസത്തിനകം ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് ചെയർമാൻ പി ഷാജി ഉറപ്പു നൽകി. അപ്പോൾ നമ്മുടെ നഗരസഭയുടെ മുടങ്ങിക്കിടന്നൊരു പ്രോജക്റ്റായിരുന്നു നമ്മൾ ആയുർവേദ ഹോസ്പിറ്റൽ. അതിൻ്റെ വർക്ക് പുനരാരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ആധുനിക സൗകര്യത്തോടു കൂടി ജനങ്ങൾക്ക് കൈമാറാനാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വർക്ക് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു വർക്കാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുപോയതാണ്. നമുക്ക് നിലവിൽ ഉള്ള ഹോസ്പിറ്റൽ പറഞ്ഞാൽ 30 വർഷം മുമ്പ് ജനകീയാസൂത്രണ കാലത്ത് തുടങ്ങിയതാണ്. അതിൻ്റെ സൗകര്യങ്ങളുടെ പരിമിതി നിലവിലുണ്ട്. 150-200 വരുന്ന പേഷ്യൻസ് ഒരു ദിവസം നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ, നഗരസഭയുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നിലവിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 30 വർഷം മുമ്പ് നിർമ്മിച്ചൊരു കെട്ടിടമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ കൗൺസിൽ പുതിയ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന കാര്യം വിഭാവനം ചെയ്തത്. 5 കോടി രൂപ മാറ്റി വെച്ചുകൊണ്ട് തുടങ്ങിയ വർക്കായിരുന്നു. നിന്ന് പോയിട്ടുണ്ട്. അത് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ കാലമാണ്. പുതിയ കാലത്ത് ആധുനിക സൗകര്യങ്ങൾ ആയുർവേദ മേഖലയിൽ വന്നിട്ടുണ്ട്. ആ മേഖലയിലെ മാറ്റം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിത് പുതിയ ഹോസ്പിറ്റൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നിലവിൽ 15 ബെഡ് ഉള്ള ഹോസ്പിറ്റലായിട്ടാണ് ഇത് ആദ്യഘട്ടത്തിൽ കൈമാറുക. 50 ബെഡുള്ള ഹോസ്പിറ്റലായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഭാവിയിൽ വലിയ ഹോസ്പിറ്റലും താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ആയിട്ട് മാറാൻ പോകുന്ന ഹോസ്പിറ്റലാണ്. അതിൻ്റെ ആദ്യഘട്ട വർക്കാണ് പൂർത്തീകരിച്ച് നമ്മൾ ഈ കൗൺസിലിൻ്റെ കാലത്ത് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി നഗരസഭയിൽ മുടങ്ങിക്കിടന്ന 3 വർക്ക് ആരംഭിക്കുകയും അത് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സന്തോഷം കൂടി ഉണ്ട്. ഏതായിരുന്നാലും പുതിയ ഹോസ്പിറ്റലായി പുതിയ സൗകര്യങ്ങളോടുകൂടി ആധുനിക രീതിയിൽ ജനങ്ങൾക്ക് കൈമാറാനാണ് ഈ കൗൺസിൽ ആലോചിക്കുന്നത്. അത് മെയ് മാസത്തോടു കൂടി പൂർത്തിയാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പുനരാരംഭിച്ചതിന്റെ സന്തോഷം മെഡിക്കൽ ഓഫീസർ നവാസ് പങ്കുവച്ചു. പണി പുനരാരംഭിച്ചിരിക്കുകയാണ്. 6 മാസം കൊണ്ട് പൂർത്തിയാവുന്ന ഈ വലിയ സന്തോഷമുള്ള നിമിഷമാണ്. നമുക്കറിയാം, പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രി വലിയ തിരക്കുള്ള ആശുപത്രിയാണ്. 150-200 രോഗികൾ ഒ പിയിലും ഏകദേശം 100-അടുത്ത് 80-90 രോഗികൾ ഐ പിയിലും ബുക്ക് ചെയ്തിരിക്കുന്ന അത്രയും ചികിത്സ വൈകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. പുറമെ 60 വയസ്സിനൊക്കെ മുകളിലുള്ള രോഗികൾക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ വളരെ പ്രയാസം അനുഭവപ്പെടുന്ന നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് വളരെ ആധുനിക സൗകര്യത്തോടു കൂടി ഈ ഒരു ആശുപത്രി പണി പൂർത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റൽ സിറ്റിയാണ്. പെരിന്തൽമണ്ണ ഒരു ഗവൺമെൻറ് മേഖലയിൽ ഒരു 20-30 കിലോമീറ്റർ ചുറ്റളവിലൊന്നും വേറൊരു ആയുർവേദ ആശുപത്രി നിലവിലില്ല. ഈ താലൂക്കിൻ്റെ തന്നെ ഒരു മികച്ചൊരു ആശുപത്രി ആയിക്കൊണ്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിക്ക് വേണ്ടിക്കൊണ്ട് ഇതിന് വേണ്ടി നിരന്തരം ശ്രമിച്ച നിങ്ങളുടെ ന്യൂസ് മീഡിയക്കും എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. 4 നിലകളിലായി രോഗികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന രീതിയിൽ ഒരു ആയുർവേദ ആശുപത്രി നാടിന് സമർപ്പിക്കാമെന്ന ലക്ഷ്യത്തിലാണ് നഗരസഭയും. ചെയർമാന്റെ നേതൃത്വത്തിൽ കൗൺസിലർ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, ആശുപത്രി ജീവനക്കാർ, എഞ്ചിനീയർമാർ എന്നിവരും സ്ഥലത്ത് പരിശോധന നടത്തി. ചാനൽ 10 പെരിന്തൽമണ്ണ.
years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.